ഹലോ, ഗുഡ് മോർണിംഗ്. പേരെങ്ങനെയാ മക്കളുടെ? അന്ന. ചേട്ടൻ്റെ റോബിൻ. എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത്? എനിക്ക് ജലദോഷം, വിട്ടുമാറാത്ത ജലദോഷമായിരുന്നു. ചുമ, കഫക്കെട്ട് എപ്പോഴും കണ്ടിന്യൂസ് മരുന്നിലായിരുന്നു ഒരു 2 വർഷത്തോളമായിട്ട്. ഇപ്പം ഈ മരുന്ന് ഒറ്റ പ്രാവശ്യം ചെയ്തുകൊള്ളുന്നതിനും ജലദോഷം വന്നിട്ടേ ഇല്ല. ഇപ്പം പോയ പിന്നെ നമ്മളതിൻ്റെ ആ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് തന്നെ ഈ ജലദോഷം വരുന്നത് ഒത്തിരി കുറയും. ഇനി അഥവാ വന്നാലും വളരെ ലൈറ്റായിട്ട് അതിൻ്റെ സിവിയറിറ്റി ഒട്ടും കൂടി പോകാതെ ജസ്റ്റ് ഒന്ന് വന്നങ്ങ് പോകത്തേ ഉള്ളൂ. അതാണ് ആ ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം. നമ്മളിപ്പോൾ ഇന്ന് ഐസ്ക്രീമൊക്കെ 3-4 പ്രാവശ്യം കഴിച്ചു. ആണോ? പേടിച്ചിട്ട് കഴിക്കുകയല്ലായിരുന്നു. നമ്മുടെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന അലർജി പൂർണ്ണമായിട്ടും മാറുന്ന ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് എടുക്കുന്നത്. അതുവഴി നമുക്ക് അലർജി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. തണ്ണിമത്തനും പിന്നെ ഈ വേർത്ത് കഴിഞ്ഞെന്നാലും ഒക്കെ അലർജി പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ നമ്പർ ഒന്ന് പറയാമോ? 9641419173. ഓക്കെ. പാർക്കിങ്ങിൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. 8877116672. ഈ നമ്പറിൽ വിളിച്ചെന്നാൽ ഇതിനെക്കുറിച്ച് അറിയാം. വീട് കണ്ണൂരാണല്ലേ? എന്തോ ശ്രീകണ്ഠാപുരം. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പോൾ പൂർണ്ണമായിട്ടും മാറട്ടെ. താങ്ക് യു. ആരാകണമെന്ന് ആഗ്രഹം? ഡോക്ടറാണെന്നാ? ശരി, നല്ല മിടുക്കിയായിട്ടുള്ളൊരു ഡോക്ടറാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. റോബിനും അലർജി പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ അല്ലേ? എന്തൊക്കെയായിരുന്നു റോബിൻ്റെ പ്രശ്നങ്ങൾ? എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിനുണ്ടായിരുന്നു, വെയിലടിക്കുമ്പോൾ ചുമന്നു വരുമായിരുന്നു. അത് മാറി വെയിലടിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ആൻജിയോ എഡിയമ വരുമായിരുന്നല്ലോ അല്ലേ? അലർജി ഒത്തിരി കൂടിയിട്ട് ശ്വാസം മുട്ടലും പ്രശ്നം. ഓക്കെ. അത് പിന്നീടുണ്ടായോ? കേക്ക്, ചൈനീസ് ഫുഡ്, ബർഗർ, പിസ്സ ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ. വെയിൽ കൊണ്ടിട്ടും കുഴപ്പമില്ല അല്ലേ? ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് നമുക്ക് ഈ അലർജി എല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. ഇപ്പം വെയിലിൻ്റെയൊക്കെ അലർജി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ, വെയിൽ കൊള്ളിച്ച് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എടുക്കുമ്പോൾ ഇതിൽ ടെസ്റ്റ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. റോബിൻ നഴ്സിംഗിന് പഠിക്കുക അല്ലേ? ഓക്കെ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഈ ഫോട്ടോ സെൻസിറ്റിവിറ്റി, ആൻജിയോ എഡിയമ, അനാഫിലാക്സിസ് എന്നൊക്കെ പറയുന്ന അലർജികൾ ചിലപ്പോൾ ഭയങ്കര മാരകമായിട്ട് വരാം. അത് പൂർണ്ണമായിട്ടും മാറ്റി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ അപകടം ഉണ്ടാക്കും.